എന്തായാലും നമ്മൾ ഈ എപ്പിസോഡ് കുറച്ചും കൂടി കളർഫുൾ ആക്കാൻ ഒരു അടിപൊളി ഒരു പെർഫോമർ വരുന്നുണ്ട്. സാധാരണ നമ്മൾ പാട്ട് ഡാൻസ് ഒക്കെ പോലെ അല്ലാതെ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് വിസിലടിച്ച് ഒരു വിസിലർ എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റിൽ ടാലന്റ് തെളിയിച്ച ഒരു മിടുക്കിയാണ് വരാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് ആ മിടുക്കിയെ സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം ഐശ്വര്യ. ഐശ്വര്യ വരുമ്പോ തന്നെ ഒരു 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 വിസിൽ അടിച്ചൊന്ന് തുടങ്ങിയാലോ നമുക്ക് ഐശ്വര്യമായിട്ട്? ഒരു നമ്മൾ സാധാരണ ആൺകുട്ടികളൊക്കെയാണ് ഞാനത് ചെയ്ത് കണ്ടിട്ട് ഇങ്ങനെ അത് എങ്ങനെയാന്ന് എനിക്കറിയില്ല. അതൊന്ന് ചെയ്ത് ഒരു തുടക്കം തുടങ്ങിയാലോ? ആ റെഡി, 1 2 3. ചേച്ചി ഒരു വിസിലറിനെയാണ് നമുക്ക് അടുത്ത് കിട്ടിയിരിക്കണേ. എനിക്ക് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. ഞാൻ കുഞ്ഞുനാൾ തൊട്ട് ട്രൈ ചെയ്തു ഈ സാധനം, അത് അത്രയും പോലും വരില്ല. ഇങ്ങനെ വരുന്നുണ്ടല്ലോ, പക്ഷെ പുറത്തേക്ക് വരുന്നില്ലല്ലോ. അകത്തോട്ടായാലും പുറത്തോട്ടായാലും മതി, കുഴപ്പമില്ല. അപ്പൊ എന്റെ ഏകദേശം അകത്തോട്ട് ഈ വരുന്നത്. നാക്ക് ഇങ്ങനെ വളച്ചും കണ്ടുവെക്കണോ? വേണ്ട, തന്നെ ഇങ്ങനെ വളയ്ക്കണമെന്നൊന്നുമില്ല. വരുന്നുണ്ടല്ലോ, ശ്വാസിക അതന്നെ ചേച്ചിക്ക് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ട്രൈ ചെയ്താൽ മതി. അല്ല, ഈ ചേച്ചിക്ക് അതായത് എനിക്ക് ഇങ്ങനെയാണ് വരുന്നത് പുറത്തേക്ക്. അപ്പം ഷീലുവിനെ അത് ഏതെങ്കിലും ഒരു ട്രിക്ക് വെച്ച് പഠിപ്പിക്കാൻ പറ്റുമോ നോക്കിയേ. അതേടെ കിട്ടി. അപ്പൊ എല്ലാവർക്കും പറ്റും. ഇതെങ്ങനെയാ വന്നേന്നറിയാം? ഇപ്പൊ വന്നത് ഞാൻ ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് ചുമ്മാ ചെയ്തു. അതാണ് നമ്മള് ഭയങ്കരമായിട്ട് അതിലേക്ക് ശ്രദ്ധ കൊടുത്തപ്പോ ഒട്ടും വന്നില്ല. ചുമ്മാ ഇങ്ങനെ വരുന്നുണ്ടോ? അതാണ് അങ്ങനെ ചെയ്ത് പഠിച്ചതാണോ? അങ്ങനെ ചെയ്ത് പഠിച്ചതാണ്, തന്നെ പഠിച്ചതാ? അതെ അതെ അതെ. അല്ലാതെ ഇതിന് മാസ്റ്റർ വല്ലതും ഉണ്ടോ? പണ്ടേ ഒന്ന് പോകാനായിരുന്നു. പണ്ട് എന്റെ ചെറുപ്പത്തിലായിരുന്നെങ്കിൽ ഇതേപോലെ അച്ഛൻ ജോലി കഴിഞ്ഞ് വരാൻ നേരത്ത് വന്നു എന്ന് അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ ചുമ്മാ വിസിലടിക്കുമായിരുന്നു അച്ഛൻ. അങ്ങനെ അതും കൂടെ കേട്ട് പിന്നെ നമ്മളിങ്ങനെ ചെയ്ത് അപ്പൊ ഇതേപോലെ സോങ്സ് വിസിൽ ചെയ്യാൻ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ചെയ്ത് തുടങ്ങിയ സമയത്ത് ആരെങ്കിലും പറഞ്ഞിരുന്നോ ചെയ്യരുത്, ഈ വിസിലടിക്കുന്നത് തെറ്റാണെന്നൊക്കെ? പെൺകുട്ടികള്. അതെ, പെൺകുട്ടികളാണ്. നീ എന്തോ ചെയ്യുന്നത്, വിസിലൊന്നും അടിക്കാൻ പാടില്ല, എല്ലാവരും എന്ത് വിചാരിക്കും. അപ്പം ഇതേപോലെ റൂമിലാണെങ്കിൽ തന്നെ പയ്യെ അല്ലെങ്കിൽ ചെയ്യണം, ആരും കേൾക്കരുത്, അങ്ങനൊക്കെ പറയായിരുന്നു. അപ്പൊ ഇപ്പൊ എന്ത് മറുപടി പറഞ്ഞു? നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആൾക്കാരെ അറിയണമല്ലോ. അതെ, ഇതൊരു ടാലന്റ് ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ ടാലന്റ് ആണ്. പക്ഷെ അതിങ്ങനെ അധികം വേദികളിൽ പെർഫോം ചെയ്യാൻ കിട്ടാത്ത ഒരു ടാലന്റ് ആണ്. എന്നാൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു ഹാപ്പിനെസ് തരുന്ന ഒരു ടാലന്റ് മുഖത്തുണ്ട്. ശരി, അപ്പൊ ഈ വിസിൽ അടിച്ചിട്ടുള്ള ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്താ ഉണ്ടായിരിക്കണം നിങ്ങളുടെ കോളേജ് ലൈഫിലോ സ്കൂൾ ലൈഫിലോ ഒക്കെ? ഫണ്ണി ആയിട്ട് ഇതേപോലെ നമ്മള് വിസിൽ ചെയ്യുമ്പോ ആരാണെന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കും. പിന്നെ നമ്മൾ ആ സമയത്ത് നമ്മൾ പിന്നെ കീപ് ക്വയറ്റ്, നമ്മളൊന്നും മിണ്ടാറില്ല. ആൺകുട്ടികളാണ് വിസിലടിച്ച് പെൺകുട്ടികളെ ഇങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ തിരിച്ചു ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ആൺകുട്ടി നടന്നു അങ്ങനെയൊന്നും വിളിച്ചിട്ടൊന്നുമില്ല. അല്ലാതെ ഒളിഞ്ഞിരുന്ന് ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ നിൽക്കുമ്പോ വിസിലടിച്ചിട്ട് അപ്പൊ എല്ലാരും ആരാണ് ചെയ്തതെന്ന് അറിയാം, അങ്ങനെ പറ്റിച്ചിട്ടുണ്ടോ? അതൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുന്ന ആരാ? അപ്പൊ നമ്മളൊന്നും അറിയാത്ത കോളേജിലെ ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ ആയിരിക്കുമല്ലോ ഇതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്ത്. ഞാൻ ഫസ്റ്റ് പെർഫോം ചെയ്യുന്ന തന്നെ കോളേജ് ഡേക്ക് ആയിരുന്നു. എല്ലാരും എൻകറേജ് ചെയ്തിട്ട് വിസിലിംഗിൽ പാട്ട് പാടുന്നു. ഓക്കെ, അതല്ലാണ്ട് ഐശ്വര്യക്ക് സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു രീതി ഉണ്ടോ വിസിൽ ചെയ്ത്? ഇപ്പൊ ഒരാൾ തിരിഞ്ഞു നോക്കണം എന്നുണ്ടെങ്കിൽ ഏത് വിസിൽ ചെയ്യും? ഒരാളെ സൂപ്പർ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പല ഭാവങ്ങളിൽ പറയൂല, അതെന്തെങ്കിലും അറിയോ? ഇപ്പൊ ഒരാൾ നടന്നു പോകുന്ന ഒരാളെ തിരിഞ്ഞു നോക്കിപ്പിക്കണമെങ്കിൽ എങ്ങനെ വിളിക്കും അയാളെ? ഒരാൾ നന്നായിട്ട് പെർഫോം ചെയ്തു ഡാൻസ് പാട്ട്, അപ്പൊ ഐശ്വര്യ എങ്ങനെയാ ഹാപ്പിനെസ്? അപ്പൊ ഇതേപോലെ ആദ്യം നമ്മൾ ചെയ്ത പോലെ. പിന്നെ സങ്കടമാണെങ്കിലോ? സങ്കടത്തിന് നമ്മൾ ഇതേപോലെ സാഡ് സോങ് എന്തെങ്കിലും പാട്ട് ഏതെങ്കിലും നമ്മള് ചെയ്യല്ലോ. ഞാൻ കേട്ടിട്ടുണ്ട് ഈ വിസിലിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ വിസിലേഴ്സിന് വേണ്ടി ഒരു അസോസിയേഷൻ ഒക്കെ ഉണ്ടെന്ന്. അതൊരു ചേച്ചിക്കൊരു പുതിയ അനുഭവമാണ്? അയ്യോ, ഞാൻ കേട്ടിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വിസിലേഴ്സിന് ഇങ്ങനെ ഒരു പെർഫോം ചെയ്യാനുള്ള ഒരു വേദി വരെ ഇവിടെ ഉണ്ടെന്നുള്ളത് എനിക്കൊരു അത്ഭുതമായിരുന്നു. അപ്പൊ അതിനൊരു എന്താ പറയാ അസോസിയേഷൻ വരെ ഉണ്ട്, കുറെ ആൾക്കാരുണ്ടോ? അതെ അതെ, നമ്മുടെ ഇന്ത്യയില് ഇതേപോലെ വിസിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരെ അവര് ഓഡീഷൻ ഉണ്ടാകും. അപ്പൊ അവര് സെലക്ട് ചെയ്തിട്ടാണ് അവര് നാഷണൽ ലെവലിലെ അസോസിയേഷനിലെ അംഗമാണോ ഐശ്വര്യ? അതെ, അങ്ങനെ ഒരു മെമ്പർ. ഇന്ത്യയിലുള്ള വിസിലേഴ്സിന്റെ
ഇതേപോലെ ഇന്ത്യൻ വിസിലേഴ്സ് അസോസിയേഷൻ. അപ്പൊ എത്ര പേരുണ്ടാവും ഏകദേശം അതിനകത്ത്? അത്യാവശ്യം നല്ല മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അതില് പല ഏജ് ഗ്രൂപ്പിലുള്ളവരുണ്ട്. പല ഏജ് കുട്ടികൾ തൊട്ട് നല്ല മുതിർന്നവർ വരെ ഉണ്ട്. നല്ല ഏജ് ആയിട്ടുള്ളവർ തന്നെ. അപ്പൊ നിങ്ങൾ ആ അസോസിയേഷനിലുള്ളവര് മത്സരങ്ങളൊക്കെ നടത്താറുണ്ട്? മത്സരങ്ങൾ നടത്താറുണ്ട്. ഓരോ മന്ത് അവർ തീം തരും. നമുക്ക് അല്ലാണ്ട് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. ആ തീം അതിനനുസരിച്ച് വേണം നമ്മൾ. എവിടെയായിരിക്കും അതിന്റെ പെർഫോമൻസ് ഒക്കെ? അങ്ങനെ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. സോ അതിനകത്താണ് ഞങ്ങൾ പെർഫോമൻസ് ഇടുന്നത്. ഓക്കെ, ഇങ്ങനെ വാട്സ്ആപ്പ് ത്രൂ അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടെ ഇടുവാണ്? ഓൺലൈൻ. അല്ലെങ്കിൽ നിങ്ങൾ പോയി മീറ്റ് ചെയ്ത് അങ്ങനെയൊന്നും അല്ല? അങ്ങനെയില്ല. ബിക്കോസ് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ പ്ലേസസിലുള്ള ആൾക്കാരാണല്ലോ. എല്ലാരും ഒത്തു കിട്ടാൻ അങ്ങനെ ഒരു സമയത്തിന്റെ പ്രശ്നമുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിലെ വിസിലേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, വേൾഡ് ഓഫ് വിസിലേഴ്സ് എന്നാണ് പേര്. അപ്പോൾ അതിലൊരു മെമ്പർ കൂടിയാണ്. അപ്പോൾ അതിലും നമ്മുടെ കേരളത്തിലെ വിസിലേഴ്സ് അത്രയും ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പം റീസെന്റ് ആയിട്ട് ഒരു റെക്കോർഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിലാണ്. അടിപൊളി. വിസിലേഴ്സ് എല്ലാവരും ചേർന്നിട്ട് ഒരു റെക്കോർഡ് എടുക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എത്രയും പെട്ടെന്ന് റെക്കോർഡ് നിങ്ങൾക്ക് സ്വന്തമാവട്ടെ. വേറെ എന്തൊക്കെയാണ് മനസ്സിലെ ഒരു ആഗ്രഹം, ഒരു അംബിഷൻ? എന്താണ് അംബിഷൻ? നമ്മുടെ വിസിലേഴ്സിന്റെ തന്നെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ഈ വേൾഡിന്റെ തന്നെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. സോ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വിൻ ചെയ്യണം എന്ന് ആണ് ആഗ്രഹം. അതെ. പിന്നെ ഇതേപോലെ ഫിലിംസിൽ ചെയ്യണമെന്ന്. ഫിലിംസിൽ മ്യൂസിക്കിൽ നമ്മൾ അധികം ട്രൈ ചെയ്യാത്തതാണ് വിസിലിംഗ് സൗണ്ട് അല്ലേ? ചില സിനിമയിലൊക്കെ ഉണ്ട്, ചില ഫിലിംസിലൊക്കെ ഉണ്ടല്ലോ. ഈ ഇങ്ങനെ പുറത്തേക്ക് കാറ്റ് വിട്ടിട്ടാണോ അതോ ഉള്ളിലേക്ക് വലിച്ചിട്ടാണോ ചെയ്യുന്നത്? എനിക്ക് രണ്ടും ചെയ്യാൻ പറ്റും. ചിലവർക്ക് ഒന്നേ പറ്റത്തുള്ളൂ. പിന്നെ ബ്രെഡ് കൺട്രോൾ കിട്ടണമല്ലോ. പിന്നെ എനിക്ക് നമുക്ക് പുറത്തേക്കും അകത്തേക്കും വിട്ടാലൊക്കെ ഒരേ സൗണ്ട് ഉള്ളൂ, അതുകൊണ്ട് അത് കാര്യമില്ല. കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ആരൊക്കെയാണ്? ഫ്രണ്ട്സ് ആണോ, ചേച്ചിമാരാണോ, ആരൊക്കെയാണ്? ഫ്രണ്ട്സ് ആണ്. പേര്? അഞ്ജന. അപ്പോ ഈ ഒരു ഐശ്വര്യയുടെ ഈ ഒരു കഴിവിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങൾക്ക് ഈ ഒരു കഴിവുണ്ടോ? ഇല്ല. അവളാണ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ആൺകുട്ടി അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വിസിലടിച്ച് എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ ഒരാള് ചുറ്റുമുള്ളത് നല്ലതാണെന്നല്ലേ? ഞങ്ങളുടെ ഫ്രീ ടൈം ഒക്കെ. നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമിച്ചിട്ടുണ്ട്. നടന്നില്ല, ഞങ്ങളെ പോലെ പരാജയപ്പെട്ടു. ഇനി അടുത്ത ആള് അഹന്യ. അതൊരു വെറൈറ്റി പേരാണല്ലോ. അനന്യ എന്ന് കേട്ടിട്ടുണ്ട്, അഹന്യ എന്ന് കേട്ടിട്ടില്ല. അഹന്യ പാട്ട്, ഡാൻസ് തുടങ്ങിയ കലാപരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എടുത്തു പറയാനായിട്ടൊന്നുമില്ല. എന്നാലും എല്ലാത്തിലും ഉണ്ട്. വിസിലിംഗിൽ ഇല്ല? ഇല്ല, ട്രൈ ചെയ്തു, പറ്റത്തില്ല. ഒരെണ്ണം എന്തെങ്കിലും ഒരു വിസിൽ ചെയ്യാൻ പറ്റുമോ നോക്കിയേ? അതായത് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട സൗരഭ്യം എന്ന് പറയുന്ന പോലെ ചെറുതായിട്ടൊരു എന്നുള്ളത് വന്നു. സൂപ്പർ.